ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകകപ്പ് കഴിഞ്ഞു. യൂറോപ്യൻ ഫുട്ബോൾ ലോകം ഇനി ക്ലബ് ഫുട്ബോളിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ്. ഇംഗ്ലണ്ട്, സ്പെയിന്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ പ്രധാന യൂറോപ്യൻ ലീഗുകളെല്ലാം ഓഗസ്റ്റ് മാസം പകുതി വെച്ച് തുടങ്ങാനിരിക്കുകയാണ്. യൂറോപ്പിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ആവേശകരവും ആകാംക്ഷ നിറഞ്ഞതുമായ ഫുട്ബോൾ ലീഗ് ഏതാണെന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. നിങ്ങൾ ഈ സീസൺ മുതൽ ആദ്യമായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാണാൻ തുടങ്ങുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും. ക്ലബ് ഫുട്ബോളൊക്കെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ചരിത്രം, ടീമുകൾ, പോയിന്റ് സിസ്റ്റം, പ്രധാന റെക്കോർഡുകൾ തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇംഗ്ലണ്ടിലെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് പുനഃസംഘടിപ്പിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ പ്രീമിയർ ലീഗ് എന്ന പുതിയ പേരിൽ ലീഗ് നിലവിൽ വരുന്നത് 1992 ഫെബ്രുവരി 20-നാണ്. ക്ലബ്ബുകൾക്ക് സ്വന്തമായി ടെലിവിഷൻ പ്രക്ഷേപണാവകാശം നൽകാനും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുമുള്ള ആഗ്രഹമാണ് ചരിത്രപരമായ ഈ മാറ്റത്തിന് വഴിതെളിച്ചത്. ലോകത്തെമ്പാടുമുള്ള 200ഓളം രാജ്യങ്ങളിലായി 600 ദശലക്ഷത്തിലധികം, ഏതാണ്ട് 60 കോടിയോളം ആളുകൾ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ തത്സമയം കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രീമിയർ ലീഗിന്റെ റേഞ്ച് ഊഹിക്കാം. ഒരു സീസണിൽ ഏകദേശം 3 ബില്യണിലധികം, ഏതാണ്ട് 300 കോടി ആളുകളാണ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ടിവിയിലൂടെയോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ലൈവായിട്ട് കാണുന്നത്. പ്രീമിയർ ലീഗിന്റെ പ്രധാന വരുമാനം ഇങ്ങനെ കിട്ടുന്ന TV റൈറ്റ്സുകളാണ്. മറ്റു വരുമാനങ്ങൾ മാച്ച് ഡേ ടിക്കറ്റ് വിൽപ്പന, ഗ്ലോബൽ സ്പോൺസർഷിപ്പുകൾ, ജേഴ്സി ബിസിനസ് എന്നിവയിൽ നിന്നാണ്. ഒറ്റ സീസണിൽ പ്രീമിയർ ലീഗിലെ എല്ലാ ക്ലബ്ബുകളും ചേർന്നുണ്ടാക്കുന്ന മൊത്തം വരുമാനം ഏകദേശം 6 ബില്യൺ പൗണ്ടാണ്. ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ 65,000 കോടി രൂപ. ഈ തുകയുടെ സിംഹഭാഗവും 20 ടീമുകൾക്കും അവർ ആ സീസണിലെ പ്രകടനത്തിന്റെയും അവരുടെ TV കാഴ്ചക്കാരുടെയും അടിസ്ഥാനത്തിൽ വീതിച്ചു നൽകും. അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗിലെ അവസാന സ്ഥാനക്കാരായ ടീമിന് പോലും ലോകോത്തര നിലവാരമുള്ള സ്റ്റേഡിയങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. ഇനി പ്രീമിയർ ലീഗിന്റെ മത്സരഘടനയിലേക്ക് വന്നാൽ 20 ടീമുകളാണ് ഓരോ സീസണിലും പ്രീമിയർ ലീഗ് കിരീടത്തിനായി പോരാടുക. ഓരോ ടീമും പരസ്പരം 2 തവണ വീതം ഏറ്റുമുട്ടും. ഒന്ന് സ്വന്തം ഗ്രൗണ്ടിലും മറ്റൊന്ന് എതിരാളികളുടെ ഗ്രൗണ്ടിലും. അങ്ങനെ ഒരു ടീം മറ്റ് 19 ടീമുകളുമായിട്ട് ഹോം ആൻഡ് എവേ മാച്ചുകൾ കളിക്കുമ്പോൾ 38 മത്സരങ്ങൾ വരും. ഒരു മത്സരം വിജയിച്ചാൽ 3 പോയിന്റ്, സമനിലക്ക് 1 പോയിന്റ്, തോറ്റാല് പോയിന്റ് ഒന്നുമില്ല. നമ്മൾ ലോകകപ്പിൽ കണ്ട അതേ പോയിന്റ് സിസ്റ്റം. ഇങ്ങനെ ആഗസ്റ്റ് പകുതിയിൽ തുടങ്ങി മെയ് മാസം അവസാനം ലീഗ് അവസാനിക്കുമ്പോൾ 38 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമായിരിക്കും ചാമ്പ്യന്മാരാവുക. ഇനി 2 ടീമുകൾക്കും ഈക്വൽ പോയിന്റ് വന്നാൽ ഗോൾ ഡിഫറൻസ് ആണ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കുക. ഇനി ഗോൾ ഡിഫറൻസും ഈക്വൽ ആണെങ്കിൽ 38 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ടീമിനായിരിക്കും പ്രീമിയർ ലീഗ് കിരീടം കിട്ടുക. ഇനി അതും ഈക്വൽ ആണെങ്കിൽ 2 ടീമുകൾ തമ്മിൽ മത്സരിച്ചിട്ടുള്ള 2 മത്സരങ്ങളിൽ ആർക്കാണ് മുൻതൂക്കം നോക്കും. അതിൽ മുൻതൂക്കം നോക്കിയിട്ട് അവരെയാണ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാക്കുക. ഇനി അതും ഈക്വൽ ആണെങ്കിൽ ആ 2 ടീമുകൾ, ഈക്വലായി വന്ന 2 ടീമുകൾ തമ്മിൽ ഒരു പ്ലേ ഓഫ് മത്സരം നടത്തും. ആ പ്ലേ ഓഫ് മത്സരത്തിലെ വിജയെ പ്രീമിയർ ലീഗ് വിജയെ പ്രഖ്യാപിക്കും. 1992 ശേഷം പ്രീമിയർ ലീഗ് തുടങ്ങിയതിനു ശേഷം അങ്ങനെ ഒരു പ്ലേ ഓഫ് നടത്തിയിട്ട് ചാമ്പ്യന്മാരെ നിശ്ചയിക്കേണ്ട അവസ്ഥയിലേക്ക് പ്രീമിയർ ലീഗ് ഇതുവരെ എത്തിയിട്ടില്ല. പ്രീമിയർ ലീഗിലെ പോയിന്റ് ടേബിളിലെ ആദ്യ 4 സ്ഥാനക്കാർക്ക് അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗിലേക്ക് നേരിട്ട് യോഗ്യത ലഭിക്കും. 5-6 സ്ഥാനക്കാർ യഥാക്രമം യൂറോപ്പ ലീഗ്, കോൺഫറൻസ് ലീഗ് യോഗ്യത നേടും. എന്നാൽ ടേബിളിൽ അവസാനം എത്തുന്ന 3 ടീമുകൾ ലീഗിൽ നിന്നും റിലേറ്റഡ് ആയിട്ട് ഇംഗ്ലണ്ടിലെ 2ാം നിര ലീഗായ EFL ചാമ്പ്യൻഷിപ്പിലേക്ക് പോകും. ചാമ്പ്യൻഷിപ്പിൽ നിന്നും ആദ്യ 3 സ്ഥാനക്കാര് പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോട്ടായി വരികയും ചെയ്യും. 22 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് മൈക്കൽ അർട്ടേറ്റയുടെ കീഴിലുള്ള ആഴ്സണലാണ് നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാര്. ഈ സീസണിൽ ആഴ്സണല്, മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂള്, ചെൽസി, ടോട്ടനം തുടങ്ങിയ മുൻനിര ക്ലബ്ബുകൾക്കൊപ്പം ചാമ്പ്യൻഷിപ്പിൽ നിന്നും പ്രൊമോഷൻ നേടി വന്ന കവൻട്രി സിറ്റി, ഇപ്സ്വിച്ച് ടൗണ്, ഹൾ സിറ്റി എന്നീ തുടങ്ങിയ ടീമുകളും കൂടെ ഇത്തവണത്തെ പ്രീമിയർ ലീഗിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സർ അലക്സ് ഫെർഗൂസൺ എന്ന ഇതിഹാസ കോച്ചിന്റെ കീഴിലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ 13 കിരീടങ്ങളും സ്വന്തമാക്കിയത്. എന്നാൽ 2013 അലക്സ് ഫെർഗൂസൺ യുണൈറ്റഡിൽ നിന്നും പടിയിറങ്ങിയതിനു ശേഷം ഇതുവരെ അവർക്ക് പിന്നീട് ഒരു കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. യുണൈറ്റഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. 8 കിരീടങ്ങളാണ് സിറ്റിക്കുള്ളത്. ഇതിൽ 6 കിരീടങ്ങളും പെപ് ഗാർഡിയോള കോച്ചായ 10 വർഷത്തിനുള്ളിൽ നേടിയതാണ്. 2020 മുതൽ 2024 വരെ തുടർച്ചയായ 4 വർഷം സിറ്റിക്ക് കിരീടം നേടിക്കൊടുത്ത ചരിത്രം സൃഷ്ടിച്ചിട്ടാണ്
കഴിഞ്ഞ സീസണിൽ പെപ് ഗാർഡിയോള സിറ്റി വിടുന്നത്. 5 കിരീടം നേടിയ ചെൽസിയാണ് കിരീട നേട്ടത്തിൽ മൂന്നാമതുള്ളത്. റോമൻ എബ്രാഹിമോവിച്ച് എന്ന റഷ്യൻ കോടീശ്വരൻ ചെൽസി ക്ലബ്ബ് വാങ്ങിയതിനു ശേഷമാണ് ചെൽസിയുടെ സുവർണകാലം ആരംഭിക്കുന്നത്. എന്നാലും 2017 ശേഷം പിന്നീട് ഒരു കിരീടം നേടാൻ ചെൽസിക്കും സാധിച്ചിട്ടില്ല. ആഴ്സൺ വെങ്ങർ എന്ന ഇതിഹാസ കോച്ചിന് കീഴിൽ 3 കിരീടം നേടിയിരുന്ന ആഴ്സണല് പിന്നീട് ഒരു കിരീടം നേടാൻ 22 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. കഴിഞ്ഞ സീസണിൽ അർട്ടേറ്റയാണ് ആഴ്സണലിന്റെ കിരീട വരൾച്ചയ്ക്ക് അന്ത്യം കുറിച്ചത്. പ്രീമിയർ ലീഗിലെ മറ്റൊരു ടീമിനും അവകാശപ്പെടാനില്ലാത്ത ഒരു അപൂർവ റെക്കോർഡ് 2003 ആഴ്സൺ വെങ്ങർ ആഴ്സണലിന് നേടിക്കൊടുത്തിട്ടുണ്ട്. 38 മത്സരങ്ങളിൽ ഒരു തോൽവി പോലും ഇല്ലാതെ കിരീടം നേടിയ എന്ന ഇൻവിൻസിബിൾ എന്ന റെക്കോർഡാണ് ആഴ്സണൽ മറ്റാർക്കും ഷെയർ ചെയ്യാതെ പ്രീമിയർ ലീഗിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിവർപൂൾ, ലെസ്റ്റർ സിറ്റി, ബ്ലാക്ക്ബേൺ റോവേഴ്സ് എന്നീ ടീമുകളാണ് 92 ശേഷം പ്രീമിയർ ലീഗ് കിരീടം നേടിയ മറ്റ് ടീമുകൾ. 94-95 സീസണിൽ ബ്ലാക്ക്ബേണും 2015-2016 സീസണിൽ ലെസ്റ്റർ സിറ്റിയും പ്രീമിയർ ലീഗ് കിരീടം നേടിയത് മറ്റു 9 ടീമുകളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. ബ്ലാക്ക്ബേണിനും ന്യൂകാസിലിനും വേണ്ടി കളിച്ച് പ്രീമിയർ ലീഗിലെ 260 ഗോളുകൾ നേടിയ ഇംഗ്ലീഷ് താരം അലൻ ഷീററാണ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ. ഇങ്ങനെയൊക്കെയാണെങ്കിലും കളിക്കാർ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകരുടെ തന്ത്രങ്ങളുടെ കളരി കൂടിയായിരുന്നു പ്രീമിയർ ലീഗ്. സർ അലക്സ് ഫെർഗൂസന്റെ മൈൻഡ് ഗെയിമുകളും ആഴ്സൺ വെങ്ങറുടെ പാസിംഗ് ഫുട്ബോളും ഹോസെ മൊറീഞ്ഞോയുടെ പ്രതിരോധ തന്ത്രങ്ങളും പെപ് ഗാർഡിയോളയുടെ ടിക്കി ടാക്കയും പ്രീമിയർ ലീഗിനെ പല കാലഘട്ടങ്ങളിൽ മാറ്റിമറിച്ചെങ്കിൽ ഇന്ന് പുതിയ ചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ് സാബി അലോൺസോ, എൻസോ മറസ്ക, അർട്ടേറ്റ തുടങ്ങിയവർ. എന്നാൽ പ്രീമിയർ ലീഗിനെ ലോകത്തിലെ മറ്റേത് ലീഗിൽ നിന്നും തീർത്തും വ്യത്യസ്തമാക്കുന്നത് ഇതിലെ വമ്പൻ ടീമുകളോ സാമ്പത്തിക ശക്തിയൊന്നുമല്ല, മറിച്ച് ഇതിന്റെ അതിശയകരമായ അനിശ്ചിതത്വവും അവസാന നിമിഷ ഡ്രാമകളുമാണ്. പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള ടീമിനെ അവസാന സ്ഥാനക്കാരായ ടീം തച്ചെടുക്കുന്ന കാഴ്ച പ്രീമിയർ ലീഗിൽ പുതിയതൊന്നുമല്ല. 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ അവസാന സെക്കൻഡിൽ പോലും കളി തിരിച്ചു പിടിക്കുന്ന പോരാട്ട വീര്യം പ്രീമിയർ ലീഗിലെ ഓരോ ചെറിയ ക്ലബ്ബുകൾക്കുമുണ്ട്. 2016 ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലെസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് കിരീടം നേടിയതും അങ്ങനെ ഒരു അട്ടിമറി ചരിത്രത്തിന്റെ കരുത്തിലാണ്. ഏത് വമ്പന്മാരെയും വീഴ്ത്താൻ പോകുന്ന ചെറിയ ടീമുകളും ഏത് നിമിഷവും മാറി മറിയുന്ന പോയിന്റ് ടേബിളും അന്ത്യം വരെ ആവേശം നിലനിർത്തുന്ന ഡ്രാമയുമാണ് പ്രീമിയർ ലീഗിനെ കോടിക്കണക്കിന് ആളുകളുടെ നെഞ്ചിലെ പ്രിയപ്പെട്ട ലീഗാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗ് കിരീടം ആര് നേടുമെന്ന് പ്രവചിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പ്രീമിയർ ലീഗ് മറ്റു ലീഗുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നതും. അപ്പോൾ ഏതെങ്കിലും ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്ത് കളി കാണാൻ തുടങ്ങിയാൽ പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ യഥാർത്ഥ ആവേശം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണെന്ന് കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.